ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്നും വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയോസ് പുറത്തിറക്കിയിട്ടുണ്ട്. എത്തിയോസ് ഹാരിയൻ്റെ ബ്ലാക്കൊക്കെ അടിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതുമ്പോൾ ഇനിയിപ്പോൾ ഇൻറ്റീരിയർ വർക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റീരിയർ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ബ്ലാക്കാണ്, അതൊരു ഫുള്ളായിട്ട് എല്ലാ ഏരിയയും ബ്ലാക്കായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർക്കും കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ അഴിച്ചെടുക്കണം. നമുക്ക് ഇന്ത്യയിൽ ഫുള്ള് ഡാഷ്ബോർഡിൻ്റെ ഓരോരോ പാർട്സുകളും അഴിച്ച് റെഡിയാക്കി വയ്ക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതൊന്നും ചെയ്യണില്ല. ഇന്ന് ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളെല്ലാം അകത്ത് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ബമ്പർ, ബോണറ്റ്, ഫെൻഡറല്ല, ബമ്പർ, ബോണറ്റ്, ബാക്ക് ബമ്പർ, ഗ്രില്ല്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ ഒരു വണ്ടിയുടെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കസ്റ്റമർക്ക് ഫ്രണ്ട് ബമ്പർ സ്കർട്ട് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ സ്കർട്ട് നിലവിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അത് ഇന്ന് പർച്ചേസ് ചെയ്ത് ഇവിടെ കൊണ്ടു കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഇതുമ്പോൾ ഇയാളുടെ കാര്യങ്ങൾ ഈ സ്കർട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള സെറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഫോൺ അറ്റൻഡിങ് പൊതുവെ കുറവായിരിക്കും. കാരണം സ്റ്റാഫും കാര്യം ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ അറ്റൻഡ് ചെയ്ത കാരണം നമ്മൾ ഫാമിലി ആയിട്ടിരിക്കുന്ന ആ ടൈമുള്ള ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിയോടുകൂടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അന്ന് നമ്മൾ ചെയ്യുന്നത് വാട്സാപ്പിലുള്ള മെസ്സേജുകൾ തിങ്കളാഴ്ച മോർണിംഗിൽ ഫുള്ള് റിപ്ലൈ കൊടുക്കും. അപ്പോൾ അതിൻ്റെ പണികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിബു. അപ്പോൾ അതേപോലെ തന്നെ വാട്സാപ്പിൽ ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അതെ 0 റിപ്ലൈ ആയിട്ട് ബാലൻസ് ഒന്നുമില്ല. എല്ലാത്തിനും റിപ്ലൈ കാര്യം കൊടുത്തത്. ഇപ്പോൾ 3 അത് വാട്സാപ്പിൽ എന്തായാലും റിപ്ലൈ ഞാനിപ്പോൾ ഈ ഇതിൽ കാണിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും റിപ്ലൈ കിട്ടണതാണ് കേട്ടോ. ഇതിൽ ബമ്പർ സ്കർട്ട് അങ്ങനെയാണ് നമ്മൾ പോയത്. ബമ്പർ സ്കർട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അത്ര ഫിനിഷിംഗ് ഇല്ല. ഫൈബർ ബമ്പർ സ്കർട്ടാണ് നിലവിൽ കസ്റ്റമായിട്ട് നമ്മുടെ ഇന്നോവയുടെ ഫ്രണ്ടിൽ വരുന്നത്. ഈ ഒരു വണ്ടിയുടെ എണ്ണമാരി വരുന്നത് ഫൈബറാണ്. അപ്പോൾ നിലവിൽ അത് പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ അത് ഫിനിഷിംഗ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാനത് എടുത്തില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബമ്പർ സ്കർട്ട് നിലവിൽ നാളെ വേറെ വരുന്നു പറയുന്നുണ്ട്. നാളെ വരുന്നത് നല്ലതാണെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം, നല്ലതല്ലെങ്കിൽ നമുക്കിപ്പോൾ ബമ്പർ സ്കർട്ട് ഇല്ലാണ്ട് വിട്ടിട്ട് പിന്നീട് നല്ല ബമ്പർ സ്കർട്ട് വരുമ്പോൾ പെയിൻറ്റ് ചെയ്ത് വെച്ച് കസ്റ്റമറെ വിളിക്കേണ്ടതായിട്ട് വരും. ബ്രേക്ക് പാഡ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ബ്രേക്ക് പാഡ് വാങ്ങിയിട്ടുണ്ട്, TVSൻ്റെ ബ്രേക്ക് പാഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റീപ്ലേസ് ചെയ്യാം. നമ്മുടെ വണ്ടി വാഷിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. വണ്ടി ബ്രേക്ക് പാഡൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ വാഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് 5 മണിയായപ്പോൾ ഗാരേജ് ക്ലോസ് ചെയ്തു. കാരണം അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ജിബും നമ്മുടെ ഈ ഒരു വണ്ടി ഫൈനലായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഗ്രില്ലിൻ്റെ കണ്ട ഔട്ടർ മാത്രം ക്രോമ്, സെൻട്രലിൽ പിയാനോ ബ്ലാക്ക് അടിച്ചു. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. അതേപോലെ തന്നെ നമ്മുടെ എത്തിയോസിൻ്റെ എല്ലാവിധ സാധനങ്ങളും പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് എത്തിയോസിൻ്റെ സാധനങ്ങൾ പെയിൻറ്റിങ് കഴിഞ്ഞോട് കൂടെ തന്നെ നമ്മുടെ ജിബുവിൻ്റെ ഹെൽമെറ്റും പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊരു പെയിൻറ്റിങ്ങൊക്കെ ചെയ്തു. അത്രയ്ക്കുള്ളൂ ഇന്നത്തെ. ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം. നാളെ ഈ വണ്ടികളൊക്കെ ഒന്ന് ഓർഡറായിട്ട് ഇടണം. കുറേ പരിപാടികളുണ്ട്. നാളെ കാണാം. അപ്പോൾ പിറ്റേ ദിവസമാണ്. അപ്പോൾ ഗ്യാരേജിലാണ്. അപ്പോൾ ഗ്യാരേജിൽ നമ്മുടെ ഗ്രേ ഇന്നോവ, ഈ ഒരു ഇന്നോവയ്ക്ക് നമ്മൾ ഫ്രണ്ട് ബമ്പർ സ്കർട്ട് ഫസ്റ്റ് വന്നത് ഡാമേജ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് വന്നതും ഫിനിഷിങ് കുറവായിരുന്നു. അങ്ങനെ ഫൈനലി നല്ലൊരു സ്കർട്ട് നമുക്ക് കിട്ടി കേട്ടോ. ഈ ഒരു സ്കർട്ട് കാര്യങ്ങൾ കിട്ടി. അപ്പോൾ ഇത് ഫൈബറാണ് വരുന്നത്. ഫൈബറായി വരുമ്പോൾ കുറേ നമ്മൾ നോക്കിയെടുത്തില്ലെങ്കിൽ നമുക്ക് ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് 2 സ്കർട്ട് നമ്മൾ വന്നിട്ട് നമ്മളത് കസ്റ്റമറോട് പറഞ്ഞു ചേട്ടാ സെറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആ ഒരു വർക്ക് സ്കിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ 3ാമതും വരുത്തിച്ചിട്ടാണ് ഈ ഒരു ഫിനിഷിങ്ങിൽ സാധനം കിട്ടിയത്. ഇത് ഫ്രണ്ടിൽ വരുന്ന ബമ്പറിൻ്റെ സ്കർട്ടാണ്.
അറിയാത്തവർക്ക് പറയുകയാണ്, നമ്മൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു ഗ്രേ വണ്ടിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തതാണ്. ഈ ഗ്രേ വണ്ടിയുടെ എല്ലാ വർക്കുകളും തീർന്നു. അപ്പോൾ കസ്റ്റമർക്ക് ആ ഒരു ഫ്രണ്ടിൽ ബമ്പർ സ്കേർട്ട് നിർബന്ധം പറഞ്ഞ കാരണം നമ്മൾ 2 പ്രാവശ്യം പർച്ചേസ് ചെയ്തത് ഡാമേജ് ആയിരുന്നു. 3ാമത് പർച്ചേസ് ചെയ്തത് ഇതിന് ഇനിയിപ്പോൾ വെക്കാൻ പോവാണ്. ബാക്കി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് പെയിൻറ്റ് ചെയ്യണം, അതിനുശേഷം സെറ്റിങ് ചെയ്യണം കേട്ടോ. സാധനം ഫൈനലി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് കസ്റ്റമർ കുറച്ച് ഭാഗങ്ങൾ, ഇപ്പോൾ ഈ ഒരു ഭാഗം ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ബ്ലാക്ക് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ബോഡി കളർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫൈനലി നല്ലൊരു പീസ് നമുക്ക് കിട്ടിയിട്ടോ. അതേപോലെ തന്നെ നമ്മുടെ സിൽക്കി ഗോൾഡ് ഇന്നോവ ഇന്നലെ പെയിൻറ്റിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സിൽക്കി ഗോൾഡ് ഇന്നോവ ഗാരേജ്, ഈ ഒരു ഒരുപാട് ഗാരേജ് ഓപ്പൺ ചെയ്തിട്ട് 4ാമത്തെ വണ്ടിയാണ് തോന്നുന്നുണ്ട്. 4ാമത്തെ വണ്ടിയാണ് തോന്നുന്നുണ്ട് സിൽക്കി ഗോൾഡ് ഇത് കംപ്ലീറ്റ് ചെയ്യണത്. അപ്പോൾ 4 വണ്ടി സിൽക്കി ഗോൾഡ് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല കളറാണ് സിൽക്കി ഗോൾഡ്, ഒരു നല്ല കളർ തന്നെയാണ്. വണ്ടി ഇന്ന് നമുക്ക് പുറത്തിറക്കി ഇടാം. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പെയിൻറ്റ് ചെയ്ത വണ്ടിയാണ്. പിന്നെ പുറത്തേക്ക് ഇടാം. ഇതിൻ്റെ ടോപ്പ് നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്യും, അതിന് ശേഷമാണ് താഴ്വശം പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബമ്പറിൻ്റെ സ്കർട്ട് ഇവിടെ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. നിലവിൽ ഫുള്ളായിട്ട് ഇത് സാൻഡിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പ്രോപ്പറായിട്ട് പുട്ടി വർക്ക് ചെയ്യേണ്ടടുത്ത്, അതായത് ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ ഉണ്ടാവും, ആ സ്പോട്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക് പ്രൈമറാണ്. നമ്മൾ എന്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം അല്ലെങ്കിൽ ഫൈബറിൻ്റെ സാധനങ്ങളും പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കമ്പനിയുടെ പ്ലാസ്റ്റിക് പ്രൈമറാണ്. ഫെബുല എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് പ്രൈമർ ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് നമ്മൾ ആ മെറ്റീരിയൽ അടിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ നല്ല രീതിയിലുള്ള പ്രഷർ വാഷിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് ഇളകിപ്പോവും. അതന്നെ ഈ പ്ലാസ്റ്റിക് പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്യണത് കേട്ടോ. പ്ലാസ്റ്റിക് പ്രൈമർ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ഇനി ഞാൻ അടിക്കുന്നത് പ്രൈമറാണ്. പ്രൈമർ എന്ന് പറഞ്ഞാൽ ST പ്രൈമറാണ്. PS ഗ്രേ എന്ന് പറയും. ഈ ഒരു പ്രൈമറാണ് അടിക്കണത്. നമ്മളിവിടെ വണ്ടികളിൽ ബോഡിയിൽ അടിക്കണത് ക്യാപ്റ്റിയുടെ 2K പ്രൈമറാണ്. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് പാർട്സുകളും കാര്യങ്ങളെല്ലാം STയുടെ നോർമൽ സർഫേസർ അടിച്ചാലും മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് STയുടെ ഈ ഒരു പ്രൈമർ ആപ്ലിക്കേഷൻ ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഭാഗം ബ്ലാക്ക്, ഈ ഒരു ഭാഗം ബ്ലാക്ക്, അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ബ്ലാക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യുവൽ ടോൺ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സമയമെടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബ്ലാക്ക് ആ ഒരു പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇത് മാസ്കിങ് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം മാസ്കിങ് കാര്യങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ ഈ ബ്ലാക്ക് അടിച്ച ഭാഗങ്ങൾ ഫുള്ള് ഇനി മാസ്ക് ചെയ്തിട്ട് വേണം ഗ്രേ കളർ അടിക്കാൻ. നമ്മൾ ആ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ആ മാസ്കിങ് ചെയ്തു. അതിനുശേഷം പെയിൻറ്റ് ഗ്രേ കളർ പെയിൻറ്റ് ഔട്ടറിൽ അടിച്ചു. അതിനുശേഷം അതിൻ്റെ ക്ലിയർ കോട്ട് അടിച്ച് സംഭവം ഫിനിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഓരോ സ്കർട്ടും നമ്മൾ പെയിൻറ്റിങ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താലാണ് ലാസ്റ്റ് ചെയ്യുള്ളൂ പെയിൻറ്റ്. ബമ്പർ സ്കർട്ട് പെയിൻറ്റിങ് ചെയ്യണത് കണ്ടു നിങ്ങൾ. ബമ്പർ സ്കർട്ട് പെയിൻറ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ എത്തിയോസിൻ്റെ ഇൻറ്റീരിയർ ഡാഷ്ബോർഡിൻ്റെ ഐറ്റംസ് ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ബമ്പർ സ്കർട്ട് പെയിൻറ്റ് ചെയ്ത മാതിരി തന്നെ ഇതിനും പ്ലാസ്റ്റിക് പാർട്സുകളാണ് വരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് പാർട്സ് വരുമ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ അകത്ത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ 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 പാർട്സുകളടക്കം നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ നമ്മൾ PS ഗ്രേ സർഫൈസർ അടിക്കില്ല. സർഫൈസർ അടിക്കാണ്ട് പ്ലാസ്റ്റിക് പേപ്പർ അടിക്കും, അണ്ടർകോട്ട് അടിക്കും, പെയിൻ്റ് അടിക്കും. അപ്പം അങ്ങനെ ഇൻറ്റീരിയറിൻ്റെ സാധനങ്ങളെല്ലാം പെയിൻറ്റിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാർട്സുകളും ചെറിയ ചെറിയ പാർട്സുകളും ഇവിടെ പെയിൻറ്റിങ് നടക്കുകയാണ് കേട്ടോ.
കസ്റ്റമർക്ക് ഫുള്ളും ഇൻറ്റീരിയർ ഫുള്ളായിട്ട് ബ്ലാക്ക് ആക്കണം എന്നാണ് ആഗ്രഹം. സീറ്റ് അതേപോലെ തന്നെ ഫുള്ളായിട്ട് ബ്ലാക്കാണ്, റെഡ് സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പോൾ അതേപോലെ ഇൻറ്റീരിയർ മൊത്തം ബ്ലാക്ക് ആക്കാണ്. ഇൻറ്റീരിയർ നമ്മുടെ ഡോർ പാഡിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കണ്ടോ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിയുള്ള ഡാഷ്ബോർഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ പെയിൻറ്റിങ് നടക്കുന്നത്. അതിൻ്റെ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പണികൾ നടക്കുന്നത് കേട്ടോ.